കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ദേവീ ശരണം അമ്മേ. സംഗീതത്തിൻ്റെ ഗംഗാപ്രഭവമനുപമം വാഗ്മയ ശ്രീവിലാസം സമ്പത്തിൻ ധന്യമാകും നിലയനമഖിലാണ്ടത്തിനും ശക്തിധാമം. സംഘം ത്യക്വാ ഭജിപ്പോർക്കഭയമരുളിടും ദേവി കാരുണ്യസിന്ധോ. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ജനമേജയൻ ചോദിച്ച സംശയങ്ങൾക്ക് വ്യാസൻ ഉത്തരം കൊടുക്കാൻ തുടങ്ങി. വ്യാസൗവാച രാജൻ യസ്മിൻ യുഗേ യാദൃക് പ്രജാ ഭവതി കാലത നാന്യഥാ തദ് ഭവേന്നൂനം യുഗധർമ്മോ അത്ര കാരണം. ഹേ രാജൻ, ഹേ ജനമേജയ, ഓരോ യുഗത്തിലും യുഗധർമ്മം അനുസരിച്ചാണ് പ്രജകൾ ഉണ്ടാവുന്നത്. മറ്റൊരു തരത്തിലും ഉണ്ടാകുന്നില്ല. യുഗധർമ്മമാണ് അതിന് കാരണം. ധർമ്മ തൽപരരായിട്ടുള്ളവരാണ് സത്യയുഗത്തിൽ ജനിക്കുന്നത്. ധർമാർത്ഥ രസികന്മാരാണ് ത്രേതായുഗത്തിൽ ജനിക്കുന്നവര്. ദ്വാപരയുഗത്തിലുള്ളവർ ധർമാർത്ഥ കാമരസികന്മാരാണ്. ഈ കലികാലത്ത് ജനിക്കുന്നവരാകട്ടെ എല്ലാവരും അർത്ഥകാമ പരന്മാരാണ്, അർത്ഥകാമ തൽപരരാണ് എന്ന് ആ യുഗധർമ്മത്തിനെ ഓരോ യുഗത്തിലും ആ ഉള്ള ജനങ്ങളുടെ ആ സ്വഭാവത്തിനെ അവിടെ പറയുകയാണ്. സത്വഗുണമുള്ളവരാണ് സത്യയുഗം അഥവാ കൃതയുഗത്തിൽ. അവർ ധർമാർത്ഥരസികന്മാരാണ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെയാണ് അവർ അർത്ഥമാക്കിയിട്ട് സമ്പാദിക്കുന്നത്. സദ്ധർമ്മികളാണ് എന്നർത്ഥം. ധർമ്മിഷ്ഠരാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധർമ്മമാണോ, വേദത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണോ എന്ന് ചിന്തിച്ച് ധർമ്മം മാത്രം പ്രവർത്തിക്കുന്നവരായിരുന്നു. പക്ഷേ ധർമ്മത്തിലും അർത്ഥത്തിലും കുറച്ച് രസികമുള്ള വേണമെന്നുള്ള തൽപരന്മാരായിരുന്നു ത്രേതായുഗത്തിൽ ജനിച്ചിരുന്നവര്. ധർമ്മം മാത്രം പോരാ, കുറച്ച് അർത്ഥവും കൂടി സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരുന്നു ത്രേതായുഗത്തിൽ. ദ്വാപരം വന്നപ്പോൾ ധർമ്മം കുറച്ച് അർത്ഥവും കാമവും കുറച്ചധികമായിട്ട് സമ്പാദിക്കണം എന്നുള്ള ആ ഒരു മനസ്ഥിതിയുള്ളവരായി ജനിച്ചു ദ്വാപരയുഗത്തിലുള്ള ജനങ്ങൾ. ഈ കലിയുഗത്തിലുള്ള ജനങ്ങളാവട്ടെ ധർമ്മത്തിനെ വിട്ടുകൊണ്ട് അർത്ഥ കാമതൽപരരാണ് എന്നവിടെ പറയാണ്. അപ്പോൾ 4 യുഗങ്ങളിലും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള ചതുർബല പുരുഷാർത്ഥത്തിനെ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയണത്. അതായത് കൃതയുഗത്തിലുള്ളവർക്ക് ധർമ്മം സ്വീകരിച്ച് മോക്ഷം നേടണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ, അടുത്ത യുഗം വരുമ്പോഴേക്കും ജനങ്ങൾക്ക് കുറച്ചൊക്കെ അർത്ഥവും സമ്പാദിക്കണം എന്നുള്ള ആ ഒരു ധർമ്മത്തിലൂടെ കുറച്ച് അർത്ഥമൊക്കെ സമ്പാദിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവരിലുണ്ടായി. കുറച്ച് ധർമ്മവും കുറേ അധികം അർത്ഥവും കൂടെ കുറച്ച് കാമങ്ങളും ആയിരുന്നു ദ്വാപരയുഗത്തിലുള്ളവർക്ക് വന്നത്. കലിയുഗം വന്നപ്പോൾ ധർമ്മം എന്നുള്ളത് വിട്ടുപോയി, മോക്ഷം എന്നുള്ളത് വിട്ടുപോയി, അർത്ഥവും കാമവും അതിൽ തൽപരരാണ് കലിയുഗത്തിലെ ജനങ്ങൾ എന്ന് പറയുക. അതുകൊണ്ട് ഹേ രാജാവേ, യുഗധർമ്മത്തിന് ഒരിക്കലും വ്യത്യാസം സംഭവിക്കുകയില്ല. കാലമാണ് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നിയന്താവായിട്ട് ഇരിക്കുന്നത് എന്നവിടെ വ്യാസൻ ചുരുക്കി ഉത്തരം പറഞ്ഞു. കേട്ടപ്പോഴാണ് വീണ്ടും ജനമേജയൻ തൻ്റെ ചോദ്യങ്ങൾ
ചോദിക്കുന്നത് തേ തു സത്യയുഗേ ജീവാ ഭവന്തി ധർമ്മതത്പരാ കുത്ര തേദ്യ മഹാഭാഗതിഷ്ഠന്തി പുണ്യഭാഗിന. പണ്ട സത്യയുഗത്തിൽ ജനിച്ചവരെല്ലാം ധർമ്മ തൽപരരായിരുന്നുവല്ലോ. പുണ്യശാലികളായ അവരെല്ലാം ഇപ്പോൾ എവിടെയാണുള്ളത്? ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഉണ്ടായിരുന്നവരും ദാനവ്രതാദികൾ അനുഷ്ഠിച്ചിരുന്നവരുമായിട്ടുള്ള മുനിശ്രേഷ്ഠന്മാരിന്ന് എവിടെയാണ്? അവരെവിടെയാണെന്ന് പറയൂ. ഈ കലികാലത്തുള്ള ദുരാചാരന്മാരും നിർലജ്ജരും ദേവനിന്ദരും പാപികളുമായിട്ടുള്ള മനുഷ്യരെ ആദ്യത്തെ സത്യയുഗത്തിൽ എവിടേക്കാണ് പോകുക? ഇവയൊക്കെ വിസ്തരിച്ച് പറഞ്ഞാലും ധർമ്മനിർണയം എന്തെന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കുറേ സംശയങ്ങളെയാണ് അവിടെ ജനമേജയൻ വ്യാസനോട് ചോദിക്കുന്നത്. ഉത്തരം കൊടുത്തുകൊണ്ട് വ്യാസൻ തുടരണു. തേ വൈ കൃതയുഗേ രാജൻ സംഭവന്തീഹ മാനവാ കൃത്വാ തേ പുണ്യകർമാണി ദേവലോകാൻ വ്രജന്തി വൈ. രാജൻ, കൃതയുഗത്തിലെ ഇവിടെ ജനിച്ച ആ മനുഷ്യരെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്ത് ദേവലോകം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കണു. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും എല്ലാം അന്ന് സ്വധർമ്മനിരതരായിരുന്നു, സ്വധർമ്മത്തിനെ അനുഷ്ഠിക്കുന്നവരായിരുന്നു. അവർ കർമ്മം കൊണ്ട് നേടിയെടുക്കാവുന്ന ലോകങ്ങളെ ആണ് അവരെല്ലാവരും പ്രാപിച്ചിരുന്നത്. അപ്പോൾ ആ കൃതയുഗത്തിലുള്ള ജനങ്ങൾ അവര് ഏത് വർണ്ണത്തിലുള്ളവരായാലും സ്വധർമ്മ അനുഷ്ഠാനം വേദോക്ത പ്രകാരം ചെയ്യുന്നവരായിരുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, എല്ലാവരും സ്വധർമ്മത്തിനെ അനുഷ്ഠിക്കണം, പരധർമ്മം നിന്ദനീയമാണ്, അനുഷ്ഠിക്കരുത്. പരധർമ്മം എന്ന് എടുത്ത് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇന്നത്തെ കാലത്ത് പ്രസക്തിയില്ലാതെ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വധർമ്മത്തിനെ അനുഷ്ഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരധർമ്മത്തിനെ അനുഷ്ഠിക്കാനാണ് എല്ലാ ജനങ്ങൾക്കും തൽപരരായിട്ട് കാണുന്നത്. ബ്രാഹ്മണന്റെ ധർമ്മത്തിനെ അനുഷ്ഠിക്കുന്നില്ല, പകരം വൈശ്യന്റെയും ക്ഷത്രിയന്റെയും ശൂദ്രന്റെയും ധർമ്മത്തിനെ അനുഷ്ഠിക്കാനാണ് ബ്രാഹ്മണന് താൽപര്യം. കാരണം ഇതാ ദ്വാപരയുഗത്തിലെ ജനങ്ങൾക്ക് അർത്ഥവും കാമവുമാണ് മനസ്സിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. അതാണ് ഈ കലിയുഗത്തിൻ്റെ ധർമ്മം എന്ന് മുമ്പ് തന്നെ പറഞ്ഞുവല്ലോ. അത് കാരണം കൊണ്ട് എന്തായി, കലിയുഗത്തിലെ ബ്രാഹ്മണരായാലും അവർക്ക് ധർമ്മമോ മോക്ഷമോ അല്ല ലക്ഷ്യം, കാമവും ആ കാമങ്ങളെ പൂർത്തീകരിക്കാൻ നേടുന്ന അർത്ഥവുമാണ് ലക്ഷ്യം. ആ കാമം മനസ്സിൽ ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആ ആഗ്രഹത്തിനെ നേടണം എന്നുള്ള രജോഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ സ്വധർമ്മ അനുഷ്ഠാനങ്ങൾക്കൊന്നും യാതൊരു വിലയും ഇല്ല. കാരണം എപ്രകാരമായാലും ശരി ധനം നേടണം എന്നുള്ള ഒരു വിചാരമേ ഉണ്ടാവുകയുള്ളൂ. നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ ആ നാണവും പോക്കും പണം എന്ന് ഒരു പഴമൊഴിയുണ്ടല്ലോ. അതാണ് ഇപ്പോൾ ലോകത്തിൽ കാണുന്നത്. എന്തധർമ്മം ചെയ്തും അസത്യം ചെയ്തും ധനം നേടുക. അപ്പം ഈ ധനം നേടാനായിട്ട് ചെയ്ത അധർമ്മത്തിലൂടെയും അസത്യത്തിലൂടെയും ഉണ്ടാകുന്നതായിട്ടുള്ള ചീത്തപ്പേരുകളോ ദുഷ്പേരുകളോ കാര്യങ്ങളോ ഒക്കെയോ അതൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ നിന്നും കുറച്ച് ധനം അവർ കൊടുത്ത് ആ പേരുകളൊക്കെ നല്ല പേരുകളാക്കി മാറ്റിക്കോളും എന്നുള്ളതാണ്. കാരണം അധർമ്മിയാണ് ഇവൻ എന്ന് പറയുന്ന ആൾക്കാർ വേണ്ടി ഉണ്ടാവില്ല. കാരണം എല്ലാവരും അധർമ്മം ചെയ്യുന്നവരാവുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനെ അധർമ്മിയാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു അധർമ്മം ചെയ്തുകൊണ്ടാണ് ഞാൻ അർത്ഥം സമ്പാദിക്കുന്നത് എന്നിരിക്കെ മറ്റൊരാളെ ഞാൻ അധർമ്മിയാണ് എന്ന് പറയാൻ പറ്റില്ല. അധർമ്മികൾക്ക് അധർമ്മികൾ കൂട്ടുകാരാവും. അവർ ചെയ്യുന്ന ആ അധർമ്മത്തെയും അസത്യത്തെയും ഇല്ലാതാക്കാൻ, തുടച്ചു മാറ്റാൻ അവരെ അധർമ്മത്തിലൂടെ നേടിയ അർത്ഥം അഥവാ ധനം, ഐശ്വര്യാദികൾ തന്നെ അവരെ അതിനെ വിനിയോഗിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഇന്ന് നമുക്ക് കലിയുഗത്തിൽ കാണാൻ കഴിയുന്നത് എന്നർത്ഥം. എന്തായാലും നമ്മൾ ആ ഭാഗങ്ങളെ, വ്യാസൻ്റെ ഉപദേശങ്ങളെ
തുടർന്ന് കൊണ്ട് നാളെ പോകാം.